ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ഇവിടെ ഞാനൊരു ചെറിയൊരു ചാനൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒന്ന് ഒരു ചെറിയൊരു കിച്ചനും ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടിൻ്റെയും കൂടി ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ അടുപ്പത്ത് എന്ത് ചെയ്യുക, നമ്മൾ പാല് കാച്ചാൻ വെച്ചതാണ്. അങ്ങനെ പാലൊക്കെ ഇതാ പൊങ്ങി വന്ന് അടുപ്പിൽ പുതിയ അടുപ്പാണെന്നുള്ള ഡിമാൻഡൊന്നും ഇല്ലാതെ തന്നെ അടുപ്പ് നമ്മളെ സഹായിച്ചിരിക്കണം. പെട്ടെന്നൊക്കെ പൊന്തി കിട്ടിയപ്പോൾ ഒക്കെ ഇറക്കി വെച്ച് ചോറ് വെച്ച് രാവിലെ തന്നെ നേരത്തെ നോക്കണതാണ്, മക്കൾക്ക് സ്കൂളുള്ളതുകൊണ്ട്. അങ്ങനെ ചോറും വെന്ത് അത് ഇറക്കി. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല, ചില ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആ അടുപ്പത്ത് പിന്നെ ദോശ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ദോശ എന്നാ പറയുക, ചില ഭാഗത്തൊക്കെ എന്താ പറയുക, സീയപ്പെന്നും കലക്കിച്ചുട്ടപ്പെന്നും പലതും പറയും. ഞങ്ങൾ ദോശ എന്നാണ് ഇവിടെ പറയൽ. അപ്പം അങ്ങനെ ദോശ ആണെങ്കിൽ പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ദോശ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ദോശ ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ. മക്കൾക്ക് ആയതിങ്ങനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്, അവർ ചായ എടുക്കുന്നുണ്ട്. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയില്ല. ഇതിട്ട് നടക്കലും ഇതുണ്ടാക്കലും കൂടി ഒപ്പം എത്താത്തതുകൊണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാനതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്, കുട്ടികളുടെയൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ അടുപ്പത്ത് ചോറ് അടുപ്പത്ത് വേവണ്. മക്കൾക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ചട്ടി വെച്ചതാണ്. ചട്ടിയുടെ കോലൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ശരിയാക്കണം. ഉള്ള പാത്രം വെച്ചിട്ട് ചെറിയ ഒരു തട്ടിക്കൂട്ടാണിത്. ഒക്കെ ശരിയായിക്കോളും. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, 2 പപ്പടം ഇരുന്നിരുന്നു. ആദ്യം അത് ഇട്ട് പൊരിക്കാൻ വെച്ച്. ഇന്ന് കറി ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്ത്, 2 പപ്പടം ഉണ്ടായിരുന്നത് ആദ്യം എടുത്തിട്ട് വറുത്ത് ആ ചട്ടിയിൽ തന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ട്, ഉപ്പേരിന്ന് മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും, മറ്റേ ബീട്രൂട്ടാണെന്ന് ഉണ്ടാക്കാൻ പോണത്. അതും ഉണ്ടാക്കിങ്ങായിട്ട് അവരെ വിടാനുള്ള തിരക്കിലാണ്. എല്ലാവരും രാവിലെ നേരത്തൊക്കെ ആ തിരക്കൊക്കെ തന്നെ ഇരിക്കാറല്ലേ, സ്കൂളിൽ പോണവരൊക്കെ. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട മക്കളെ സ്കൂളിൽ ലഞ്ച് ബോക്സിൽ എന്തൊക്കെ ആക്കലെന്നും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. നമ്മളോട് അങ്ങനെയൊക്കെയാണ്. അപ്പോഴത്തേന് ഇതാ ചോറ് വെന്ത്. ചോറ് ഊറ്റണ പാത്രമൊന്നും കണ്ടിട്ട് ആരൊന്നും വിചാരിക്കണ്ട, ഊറ്റണതൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെ കോരിടലാണ്. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാക്കണം. അപ്പുറത്ത് പപ്പടം അങ്ങനെ ഇതാവുന്നുണ്ട്. പപ്പടം പൊട്ടിച്ച് പാക്കായതുകൊണ്ടാണ് തോന്നുന്നത്. പൊള്ളക്കാനൊക്കെ ഒരു മടിയുണ്ട്. അങ്ങനെ കണ്ട് മക്കൾക്ക് അങ്ങനെയൊക്കെ കൊടുത്ത്. അങ്ങനെ അടുപ്പത്തിൽ തന്നെ ആ ചട്ടിയിൽ തന്നെ കടുകിട്ട് ഒരു പച്ചമുളക് കീറിയിട്ട്, പിന്നെ ചോപ്പറിൽ മറ്റേ ബീട്രൂട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുത്തിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ കറികളൊന്നും അവർ സ്കൂൾക്ക് അങ്ങനെ കൊണ്ടുപോകില്ല. അങ്ങനെയുള്ള വല്ല ഉപ്പേരി പൊരിച്ചത് അങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ളൂ. അങ്ങനെ ഉപ്പേരിയിലേക്ക് ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് അതൊക്കെ മൂടി വെച്ച് അതൊരു ഭാഗത്ത് ഇങ്ങനെ വേവണ്. ചായ മക്കൾ അവിടെ കഴിക്കണുണ്ട്. അങ്ങനെ ചോറ്റുപാത്രത്തിലേക്ക് ചോറൊക്കെ ആക്കുകയാണ്. അപ്പം ഒന്ന് വീഡിയോ എടുക്കണല്ലേ, തോനാക്കിയും തോനടിന്നൊക്കെ പറഞ്ഞിട്ട് ഓള് വീണ്ടും കോരിടുകയാണ്. ഇത്രയൊന്നും കൊണ്ടുപോകലൊന്നുമില്ല. അങ്ങനെ ഉപ്പേരിയും ആക്കി പപ്പടവും ആക്കി അവരെ സ്കൂളിലേക്ക് അയച്ച്. പിന്നെ അടുപ്പത്ത് തന്നെ ഞാൻ നമുക്കുള്ള കറികൾ ഉച്ചക്ക് മീൻ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കുള്ള പച്ചമുളക് തക്കാളി ഒക്കെ നുറുക്കാനും പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വാട്ടണും ഇതാക്കണമൊന്നുമില്ല. പിന്നെ സവാള ഒന്നും ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്നും, അതൊന്നും ഞാൻ ഇടലില്ല. അങ്ങനെയൊക്കെ ആയിട്ട് മക്കളെ അങ്ങനെ നമ്മളെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ അടുപ്പിൽ വെച്ചിട്ടൊന്ന് പെട്ടെന്ന് അങ്ങനെ നോക്കിയതാണ്. കുഴപ്പമില്ല, മാഷാ അല്ലാഹ്, കത്തണമൊക്കെ ഉണ്ട്.
ചൂടൊക്കെ നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ വേഗമൊക്കെ കറികളൊക്കെ ആയി തുടങ്ങി. കുറച്ച് മീനെടുത്തിട്ട് ഞാൻ മസാല ഇട്ടിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളെ കറി നല്ല തിളച്ച് തക്കാളിയും പച്ചമുളകൊക്കെ നല്ല വെന്ത് വന്നിക്കണ്. അപ്പോൾ കറിക്കുള്ള മീൻ അതിലിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നല്ലൊന്ന് കിടന്ന് വേവട്ടെ. മീനൊന്നും നല്ല വെന്താലില്ല നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ചട്ടി വീണ്ടും ആ ചട്ടീൻ്റെ അടുപ്പത്തേക്ക് വന്നിട്ടുണ്ട്. ചട്ടീൻ്റെ കളറ് വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങളൊന്നും കമൻ്റൊന്നും ഇടണ്ട അതിനെ പറ്റിയിട്ട്. ഒക്കെ നമുക്ക് ശരിയാക്കുള്ള പാത്രം വെച്ചതാണ്, വേറെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. അങ്ങനെ മീനും വറുക്കാൻ വെച്ചു. മീനും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരുവിധം പണികളൊക്കെ കഴിഞ്ഞ്. ഉപ്പേരി പിന്നെ കുട്ടിയൊക്കെ ഉണ്ടാക്കിയതിൽ കുറച്ചുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് തുടങ്ങുകയാണ് ഒരു ചാനൽ. എനിക്കിതിൽ എങ്ങനെ വോയിസ് ഓവർ കൊടുക്കണോ എങ്ങനെ വീഡിയോ എടുക്കണോ ഒന്നും അറിയില്ല. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് തരണമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ശരിയാക്കാം. അപ്പം എൻ്റെ ഒരു ചെറിയൊരു കിച്ചണിൽ ഞാനൊരു നമ്മൾ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു